നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഫെബ്രുവരി മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനുക്കൂറാണ്. ധനുക്കൂറിൻ്റെ 5ാം ഭാവത്തിൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു. അപ്പോൾ ചാരവശാൽ വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല ദൈവാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ലഗ്നത്തിൻ്റെ സഹായസ്ഥാനത്ത് ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. സ്വക്ഷേത്ര ബലവാനായിട്ടാണ്. 10ാം ഭാവാധിപതി അതായത് കർമാധിപതി ഭാഗ്യാധിപതിയോട് യോഗം ചെയ്ത് ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് പ്രവൃത്തി എടുത്താലും പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. എന്നാൽ ദ്വിദ്വാദശ യോഗം ചെയ്ത് 12ാം ഭാവാധിപതി 2ാം ഭാവത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് 5ാം തീയതി ഉള്ളത്. ഫെബ്രുവരി 5ാം തീയതി ചൊവ്വ 2ാം ഭാവത്തിലേക്ക് വരും. അവിടെ ഉച്ചബലവാനായിട്ട് വരുന്നതാണ് എങ്കിൽ പോലും ചെലവ് കുറച്ച് വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മാസമാണ്. അതല്ലെങ്കിൽ വരുമാനത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കാത്ത ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്താണ് മകരം രാശിയിൽ നിൽക്കുന്നത്. 14ാം തീയതിയാണ് 3ാം ഭാവത്തിലേക്ക് സൂര്യൻ പോകുന്നത്, ഭാഗ്യാധിപതി പോകുന്നത്. അപ്പോൾ അതുവരെ ധനസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം 14ാം തീയതി വരെ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവുകയും നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതിനുശേഷം ഭാഗ്യാധിപതിയായിരിക്കുന്ന സൂര്യൻ സഹായസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികളിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. എന്നാൽ പോലും ബുധൻ്റെ ഒരു മാറ്റം കൂടി 19ാം തീയതി കുംഭത്തിലേക്ക് വരും. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു മത്സരാവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. വീട് വിട്ട് നിൽക്കാനാണ് യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന സമയത്ത് 10ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളും മുടക്കങ്ങളും തൊഴിൽ മേഖലയിൽ വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ്. മാനസികമായിട്ട് സന്തോഷം അനുഭവപ്പെടാനായിട്ട് യോഗമുള്ള സമയമാണ്. എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നതാണ്. എന്നാൽ ചെലവ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിനോദയാത്രകൾ, അതുപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ്. സാമ്പത്തികമായിട്ട് ചിലവ് വർദ്ധിക്കും. വരുമാനത്തിൽ ചില സമയത്ത് ചെറിയ കുറവുണ്ടാകുമെങ്കിൽ പോലും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ്. തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള മാനേജിംഗ് പൊസിഷനിലുള്ള തൊഴിൽ മറ്റുള്ളവരെ തൊഴിൽ മേഖലയിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അനുകൂലമായിരിക്കുന്ന കുറേ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുമെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് തൊഴിലിൽ മുടക്കം വരുന്നത്, അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കുക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിന് ദോഷപരിഹാരമായിക്കൊണ്ട് നാഗപൂജ ചെയ്യുകയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും രാഹുപൂജയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം വളരെ അനുകൂലമായിരിക്കുന്ന നല്ല നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ശ്രദ്ധക്കുറവ് കുറച്ച് പഠനകാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വർദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമാണ്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, ഗവൺമെൻറ് ജോലിക്ക് ലിസ്റ്റിലൊക്കെ വന്ന് കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ കയ്യിൽ വശം വരാനുള്ള യോഗമുണ്ട്. ഇനി മറ്റുള്ള രീതിയിലാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്രിയ സത്യങ്ങളൊക്കെ പറയേണ്ട ഒരവസ്ഥ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില മറച്ചു വയ്ക്കപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ, അല്ലെങ്കിൽ നുണ പറയാന്നൊക്കെ സത്യത്തിൽ പറയുന്ന രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിലൊക്കെ കുറച്ച് നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ്. എന്നാൽ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിവർത്തി സ്ഥാനാധിപതി രക്ഷാസ്ഥാനത്തും സഹായസ്ഥാനത്തും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അനുകൂലമാണ്. ഭാര്യയ്ക്ക് കുറച്ച് ദേഷ്യമെടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങളോ ശാരീരികമായിട്ടുള്ള കുറച്ച് രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. അപ്പോൾ എല്ലാ രീതിയിലും മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഫെബ്രുവരി മാസത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.